കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ചില പരാമർശങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. 2020 ജൂണിൽ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യൻ സൈന്യവും ചൈനീസ് സൈന്യവും തമ്മിൽ നടന്ന ചെറിയൊരു തർക്കത്തിൽ ഇന്ത്യക്ക് 20ഓളം സൈനികരെ നഷ്ടപ്പെട്ടു. ഇന്ത്യയുടെ 2000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭൂമി ചൈന പിടിച്ചെടുത്തു. ഇങ്ങനെ തുടങ്ങിയ വാദങ്ങൾ ഭാരത് ജോഡോ യാത്രക്കിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹത്തിനെതിരെ ഒരു ഡിഫമേഷൻ കേസ് പോവുകയുണ്ടായി. അതാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ പരിഗണിച്ചത്. കേസിൻ്റെ നിയമ നടപടികളെല്ലാം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഇന്ത്യക്കാരൻ ഇങ്ങനെ പറയാമായിരുന്നു എന്നൊക്കെയാണ് സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയോട്. നമ്മൾ ഈ വിഷയമാണ് ഇന്ന് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിരിക്കുന്നത്, എന്തിനാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പോയി പറയുന്നത്? താങ്കളൊരു പ്രതിപക്ഷ നേതാവല്ലേ, സഭയിൽ ചോദിച്ചാൽ പോരെ എന്നൊക്കെയാണ്. ഒരു ഇന്ത്യക്കാരനായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ ചോദിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ വിമർശനത്തെയാണോ അതല്ല ഇന്നലെ കേസ് സ്റ്റേ ചെയ്ത നടപടിയാണോ, ഏതിനെയാണ് നമ്മൾ കൂടുതൽ ആഘോഷിക്കേണ്ടത്? അല്ല, കേസ് സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ടെക്നിക്കലാണ്. പക്ഷെ എന്തിനാണ് സുപ്രീം കോടതി ഈ കേസ് സ്റ്റേ ചെയ്യുന്ന നടപടിക്കിടെ ഇങ്ങനെ വാക്കാലെങ്കിലും ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഇന്ത്യക്കാരനാണോ എന്നല്ല സുപ്രീം കോടതി ചോദിക്കുന്നത്, നിങ്ങളൊരു ട്രൂ ഇന്ത്യൻ ആണോ എന്നാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. നിങ്ങൾ യഥാർത്ഥ ഇന്ത്യക്കാരനാണോ എന്ന് സുപ്രീം കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ച് ചോദിക്കുകയാണ്. ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ജസ്റ്റിസ് AS മസീഹും അടങ്ങുന്ന ബെഞ്ചാണ് അത് പരിഗണിക്കുന്നത്. ഇത് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു പൊളിറ്റിക്കൽ അലിഗേഷനാണ്. പൊളിറ്റിക്കൽ അലിഗേഷൻ ഉന്നയിക്കുന്നതിന് കാരണങ്ങളുണ്ട്. ഇപ്പോൾ സാലിം നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ 2020 ജൂണിലാണ് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്. ഗാൽവൻ താഴ്വരയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യങ്ങൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷത്തിൻ്റെ വിവരം തന്നെ പുറത്തേക്ക് വരുന്നത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അവിടെ ഇന്ത്യൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നതും ഈ സംഘർഷത്തിൻ്റെ വാർത്ത വന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോഴും അവിടെ ചൈനീസ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ള വിവരം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. ചൈന അത് സ്ഥിരീകരിച്ചിട്ടുമില്ല. അപ്പം അത്രയും എന്താ പറയുക, വിവരങ്ങൾ പുറത്തു വരുന്നതിന് പ്രയാസമുള്ള ഒരു ഏരിയയാണ്. വിവരങ്ങൾ ഇത്ര കാലമായിട്ടും പുറത്തു വരാത്തൊരു സംഭവമാണ്. അതിനെക്കുറിച്ചാണ് 2020 ഈ ഗാൽവനിൽ സംഘർഷം ഉണ്ടാകുന്നത്, ഗാൽവൻ താഴ്വരയിലെ സംഘർഷം ഉണ്ടാകുന്നത്. 2022 ഭാരത് ജോഡോ യാത്രക്കിടെ രാഹുൽ ഗാന്ധി ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. ഇത് തമ്മിൽ ഒരു 2 വർഷത്തെ ഗ്യാപ്പുണ്ട്. ഇത് ഗാൽവൻ താഴ്വരയിൽ മാത്രമല്ല ഈ ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള അലിഗേഷൻസ് ഉള്ളത്. അരുണാചൽ പ്രദേശിൻ്റെ പല ഭാഗങ്ങളിലും ചൈനീസ് സൈന്യം കടന്നു കയറി എന്നുള്ള ആക്ഷേപമുണ്ട്. അരുണാചൽ പ്രദേശിലെ പല പ്രദേശങ്ങളുടെയും പേര് ചൈന മാറ്റി എന്നുള്ള ആക്ഷേപം ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളുടെയും പേര് മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് BJP ഗവൺമെൻറ് എന്താ പറയുക, കാലങ്ങളായിട്ടുള്ള ഒരു ചരിത്രത്തെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതേ രീതിയിലാണ് ചൈന അരുണാചൽ പ്രദേശിലെ പല പ്രദേശങ്ങളുടെയും പേര് മാറ്റുന്നത്. അതിനെക്കുറിച്ച് വലിയ ആക്ഷേപം ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഉന്നയിക്കുന്നുണ്ട്, ഇത് പേര് മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം അവിടെ ഉണ്ട്. ചൈനീസ് സൈന്യം കടന്നു കയറുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. ചൈനീസ് സൈന്യം കടന്നു കയറിയിട്ട് ടെൻറ്റുകൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജസ് വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ, അതായത് കുറച്ചു കാലം മുമ്പ് അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത NDTV അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് വളരെ വിശദമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗാൽവൻ താഴ്വരയിൽ പ്രത്യേകിച്ചും ഇത്ര കടന്നു കയറി, ഇത്ര ടെൻറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പാർലമെൻറ്റിൽ വന്നപ്പോൾ ഒട്ടും കടന്നു കയറിയിട്ടൊന്നുമില്ല, നമ്മൾ വളരെ ശക്തമായിട്ട് പ്രതിരോധിച്ചിട്ടുണ്ട് എന്ന ഒരു എന്താ പറയുക, വളരെ ഒരു രാജ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു മറുപടി മാത്രമാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത്. എന്താണ് വസ്തുത എന്ന് നമുക്ക് ജനത്തിന് മനസ്സിലാകാൻ പറ്റുന്നൊരു മറുപടി പാർലമെൻറ്റിൽ സർക്കാർ കൊടുത്തിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് 2022 ജോഡോ യാത്രക്കിടെ രാഹുൽ ഗാന്ധി ഇത് പറയുന്നത്. 2000 ചതുരശ്ര കിലോമീറ്ററോളം പ്രദേശം ചൈന കൈയടക്കിയിരിക്കുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇതാണ് പരാമർശം. അപ്പോൾ അതുണ്ടോ ഇല്ലയോ, കൈയടക്കിയിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പറയാൻ രാജ്യത്തിന് കഴിയണമല്ലോ. രാജ്യത്തിന് അത് കഴിയാത്ത രാജ്യമൊന്നുമല്ലല്ലോ. കാരണം വെച്ചാൽ ഒരുപാട് സാറ്റലൈറ്റുകൾ നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് അതിർത്തി കൃത്യമായിട്ട് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ജനങ്ങളെ കാണിക്കാൻ പറ്റും.
ഇത് കാണിച്ചുകൊണ്ട് സർക്കാരിന് പറയാമല്ലോ, ഇതാ ഒട്ടും കൈയടക്കിയിട്ടില്ല, എങ്ങനെയായിരുന്നു ഇതിനു മുമ്പ് അതുപോലെയാണ്. പക്ഷെ അതൊന്നും സർക്കാർ ചെയ്യുന്നില്ല. സർക്കാർ കൃത്യമായിട്ടൊരു മറുപടി പറയും. അപ്പോഴാണ് ഈ അലിഗേഷൻ വരുന്നത്. അത് ചോദ്യം ചെയ്തിട്ടാണ് ഒരു ക്രിമിനൽ ഡിഫമേഷൻ കേസ് സൈന്യത്തെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിൽ ഒരു ഉദ്യോഗസ്ഥൻ ഫയൽ ചെയ്യുന്നത്. രാജ്യസ്നേഹത്താൽ പ്രചോദിതമായിട്ടായിരിക്കാം, എന്തായാലും ട്രയൽ കോടതി അപ്പം തന്നെ അത് ഫയലിൽ സ്വീകരിക്കുന്നു, നോട്ടീസ് അയക്കുന്നു, ക്രിമിനൽ പ്രൊസീഡിങ്സ് തുടങ്ങുന്നു. ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊസീഡിങ്സ് അസാധുവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഹർജി. അത് അലഹാബാദ് ഹൈക്കോടതി സ്വീകരിച്ചില്ല. തുടർന്നാണ് സുപ്രീം കോടതി പോകുന്നത്. സുപ്രീം കോടതിക്ക് മുമ്പിലുള്ള പ്രശ്നം എന്താ? രാഹുൽ ഗാന്ധി പറഞ്ഞത് വസ്തുതയാണോ അല്ലയോ? വസ്തുതയല്ലെങ്കിൽ അത് ആർമിയെ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ? ഈ രണ്ട് ചോദ്യം സുപ്രീം കോടതിയുടെ മുമ്പിലുള്ളൂ. അല്ലാതെ രാഹുൽ ഗാന്ധി യഥാർത്ഥ ഇന്ത്യക്കാരനാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം സുപ്രീം കോടതിയുടെ മുമ്പിലില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഹർജി പരിഗണിക്കുമ്പോൾ നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങളിത് പറയുമായിരുന്നില്ല എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് പറയേണ്ടിയിരുന്നത് സോഷ്യൽ മീഡിയ അല്ല, നിങ്ങൾക്ക് പാർലമെൻ്റ് ഉണ്ടല്ലോ, അവിടെ പോയി ചോദിക്കാമായിരുന്നില്ലേ എന്ന് സുപ്രീം കോടതി ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഈ പറഞ്ഞ ഇത് വസ്തുതാപരമാണോ അല്ലയോ, അതിന് തെളിവുണ്ടോ ഇല്ലയോ ഇന്ന് അല്ലെങ്കിൽ ഇനി അത് തെളിവില്ല എങ്കിൽ അത് സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണോ അല്ലയോ, ഈ ചോദ്യത്തിന് കോടതിക്ക് മറുപടി പറയേണ്ട കാര്യമുള്ളൂ. യഥാർത്ഥ ഇന്ത്യക്കാരനാണോ അല്ലയോ എന്ന് സുപ്രീം കോടതി ചോദിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ രാജ്യസ്നേഹം എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ഊന്നിക്കൊണ്ടൊരു രാഷ്ട്രീയം ഡെവലപ്പ് ചെയ്ത് വരികയും ആ രാഷ്ട്രീയത്തെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ട് അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക സാന്നിധ്യമോ അതിൻ്റെ ഒരു സ്വാധീനമോ നമ്മുടെ ജുഡീഷ്യറിയിൽ കൂടി ഉണ്ടായി വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് നമ്മളിതിനെ കാണണം. അല്ലെങ്കിൽ കോടതി അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് പാർലമെൻ്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അവിടെ ചോദിക്കാമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മറുപടി കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. അതിനും കൂടെ മറുപടി സുപ്രീം കോടതി പറയണം. നിങ്ങൾ പാർലമെൻറ്റിൽ ചോദിച്ചാൽ പാർലമെൻറ്റിൽ നിങ്ങൾക്ക് കൃത്യമായി മറുപടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് സുപ്രീം കോടതി പറയണം. ഇതല്ല, നിങ്ങൾക്ക് പാർലമെൻ്റ് ഉണ്ട് അവിടെ ചോദിച്ചോളൂ എന്നാണ് സുപ്രീം കോടതി. അപ്പോൾ സുപ്രീം കോടതിക്ക് ഇത്തരം കാര്യങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും അധികാരം കൈയാളുന്ന ആളുകളും എടുക്കുന്ന അതേ മനോഭാവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടുകൂടെ നമ്മളിതിനെ കാണണം. അവിടെയാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രശ്നം. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി അവരുടെ ജൂറിസ്ഡിക്ഷന് പുറത്തുള്ളൊരു രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണ് ഈ രണ്ട് പരാമർശങ്ങൾ. ഒരു പരാമർശം മാത്രമല്ല, ഒരു പരാമർശം ഈ പറയുന്ന നിങ്ങൾ യഥാർത്ഥ ഇന്ത്യൻ ആണോ എന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുമ്പോൾ അതിന് ഒരുപാട് രാഷ്ട്രീയമായ റെലവൻസ് ഉണ്ട്. അത് നേരെ സോണിയാഗാന്ധിയുടെ പൗരത്വത്തിലേക്ക് പോകും. സോണിയാഗാന്ധിയുടെ പൗരത്വത്തിൽ ഊന്നിക്കൊണ്ട് പല ചോദ്യങ്ങൾ നേരത്തെ ഈ സംഘപരിവാരവും തീവ്ര ഹിന്ദുത്വ ശക്തികളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി റിലേറ്റ് ചെയ്ത ഒരു പ്രശ്നത്തിലേക്കൊക്കെ ഇത് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പാകത്തിലേക്കൊരു ചോദ്യമാണ് പരമോന്നത കോടതി ചോദിച്ചു കൊടുക്കുന്നത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ നിങ്ങളിത് പാർലമെൻറ്റ് അംഗമായ ഒരാൾക്ക് പൊതുവേദിയിൽ പൊതുമധ്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പാടില്ലേ? രാജ്യത്ത് അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ് സത്യം പറഞ്ഞാൽ ജുഡീഷ്യറി ചോദിക്കുന്നത്. അവിടെ പോകേണ്ട കാര്യം ജുഡീഷ്യറിക്കില്ല എന്നുള്ളതാണ് വസ്തുത. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണല്ലോ സുപ്രീം കോടതി ഇന്നലെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരാശങ്ക. പാർലമെന്റിൽ പോയി ചോദിച്ചൂടെ? ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ ഡിമോണിറ്റൈസേഷൻ ആണെങ്കിലും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതാണെങ്കിലും അതൊന്നും പാർലമെന്റിലൂടെ അല്ല എന്നുള്ളൊരു വസ്തുത നമുക്ക് മുന്നിലുണ്ട്. സ്വാഭാവികമായും ഒരു പ്രതിപക്ഷ നേതാവ് തൻ്റെ ഒരു ആശങ്ക സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത് കൊണ്ട് അതിലെന്തായിരിക്കും സുപ്രീം കോടതി പ്രശ്നം കണ്ടിട്ടുണ്ടാവുക? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ സാലിം സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് തന്നെ പ്രതിപക്ഷം പല കുറി പ്രശ്നവൽക്കരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള 2014 മുമ്പുള്ള പ്രധാനമന്ത്രിമാരെ എടുത്തു കഴിഞ്ഞാൽ അവർ നിരന്തരം പാർലമെൻറ്റ് സെഷനുള്ള സമയത്ത് പാർലമെൻറ്റിൽ വരികയും ഡിബേറ്റുകളിൽ പങ്കെടുക്കുകയും അവിടെ അംഗങ്ങൾ പറയുന്നത് കേൾക്കുകയും ചോദ്യങ്ങൾക്ക് മറുപടിയൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെങ്കിലും, അതിനു മുമ്പ് AB വാജ്പേയി ആണെങ്കിലും, അതിനു മുമ്പ് IK ഗുജ്റാൾ ആണെങ്കിലും, ദേവഗൗഡ ആണെങ്കിലും, രാജീവ് ഗാന്ധി ആണെങ്കിലും, നരസിംഹറാവു ആണെങ്കിലും ഒക്കെ ഞാൻ പറഞ്ഞത് നമ്മൾ കണ്ടു പരിചയിച്ച ഒരു കാലഘട്ടത്തിലുള്ള പ്രധാനമന്ത്രിമാരുടെ പേരുകളാണ് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ പാർലമെൻറ്റ് സെഷനിൽ സ്ഥിരം പങ്കെടുക്കുകയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നടക്കുന്ന ഡിബേറ്റ് മുഴുവൻ കേൾക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിമാരാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള പ്രധാനമന്ത്രി പാർലമെൻറ്റിലേക്ക് പോകുന്നത് തന്നെ അദ്ദേഹം
മറുപടി പറയാൻ അത്രമാത്രം നിർബന്ധിതമായൊരു സാഹചര്യമാണെങ്കിൽ മാത്രം ഇപ്പോൾ ഒരു അവിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ചയുടെ അവസാനം പ്രധാനമന്ത്രി മറുപടി പറഞ്ഞേ പറ്റൂ എന്നാണെങ്കിൽ അദ്ദേഹം പോകും. രാഷ്ട്രപതിക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രമേയത്തിന് മറുപടി പറയുന്നത് നിർബന്ധമാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ആ സമയത്ത് പോകും. ഇത് മാത്രമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ഇതിന് മറുപടി പറയും എന്ന് ഒരു ധാരണ എങ്ങനെയാണ് നമുക്കുണ്ടാവുക? ഇതേ പ്രധാനമന്ത്രി തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാതെ എന്തിന് ക്യാബിനറ്റിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല. ഡിമോണിറ്റൈസേഷൻ ക്യാബിനറ്റിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് നമ്മുടെ അറിവ്. അത് ഇതേവരാരും നെഗേറ്റ് ചെയ്തിട്ടില്ല. അതുപോലും ചെയ്യാത്തൊരു പ്രധാനമന്ത്രി അദ്ദേഹം സോഷ്യൽ മീഡിയയാണ് വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിനും. എന്താ പറയുക, മുഖ്യധാരാ മാധ്യമങ്ങളെ അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം വാർത്താ ലേഖകരോട് ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നില്ല. ഈ കാലത്തിനിടെ ഒരു പ്രസ് കോൺഫറൻസിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. പങ്കെടുത്തത് വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ്. അതിലൊരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും ആകെ അദ്ദേഹം ഇറിറ്റേറ്റഡ് ആവുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം സോഷ്യൽ മീഡിയയാണ് വലിയ തോതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷത്തെ ഒരു നേതാവ്, 2022 രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവല്ല, പ്രതിപക്ഷത്തെ ഒരു നേതാവ് മാത്രമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് വെച്ചാൽ ഇത്രമാത്രം വലിയ പ്രശ്നമാക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, നമ്മുടെ ജുഡീഷ്യറി കൂടെ നേരത്തെ മുതൽ സംശയിച്ച് വരുന്നത് പോലെ ഭരണകൂടത്തിൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമായി മാറിയിരിക്കുന്നു എന്നുള്ള സംശയം ബലപ്പെടുത്തുന്നതാണ് സത്യം പറഞ്ഞാൽ ഈ ചോദ്യങ്ങൾ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങൾ, അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടവും. ഈ ഗൽവാൻ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇപ്പോൾ ഈ ഒരു ഡിസ്കഷൻ തന്നെ വരുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഈടായിട്ട് അത്ര നല്ല രൂപത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി എപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിലാണെങ്കിൽ പോലും നെഹ്റുവിനെ നന്നായി ആക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നെഹ്റുവിൻ്റെ കാലത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു പോളിസി രൂപീകരണവും ഒക്കെ നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിക്കുന്നതുമാണ്. ആ നെഹ്റുവും ചൈനയും തമ്മിലുള്ള ബന്ധവും ഇപ്പോൾ നരേന്ദ്രമോദിയും ചൈനയും തമ്മിലുള്ള ബന്ധവും ഒന്ന് കമ്പയർ ചെയ്തിട്ട് അതിലൊരു കൗതുകമുണ്ട്. കാരണം വെച്ചാൽ ഈ പ്രശ്നത്തിൽ അതുകൂടെ ഒരു കാരണമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നെഹ്റുവിൻ്റെ കാലത്ത് ചൈനയായിട്ട് ഇപ്പോൾ ഇന്ത്യ ചൈന ഭായ് ഭായ് എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ടെക്സ്റ്റുകളിലൊക്കെ പഠിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ. അത്രയും അടുത്ത ബന്ധം ഉണ്ടായിരുന്ന സമയത്താണ് 1962 ഈ ചൈന ഇന്ത്യയുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. ഒരിക്കലും പഞ്ചശീല തത്വങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അത്രയും അടുത്ത ബന്ധം ഉണ്ടായിരുന്നൊരു സമയത്താണ് ഒരുപക്ഷെ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ചൈന ഇന്ത്യ ആക്രമിക്കും എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ പോലും ഈ ഗാൽവൻ താഴ്വര എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1962 യുദ്ധത്തിനിടെ ഈ ഗാൽവൻ താഴ്വര ചൈനയ്ക്ക് പിടിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഈ ലഡാക്ക് എന്ന് പറയുന്ന തന്ത്രപ്രധാനമായ ഒരു മേഖല ഒരുപക്ഷെ ചൈനയുടെ കയ്യിലേക്ക് പോകുമായിരുന്നു. അന്ന് ഇന്ത്യൻ സൈന്യം അത് തടഞ്ഞിട്ടുണ്ട്. അന്ന് പ്രധാനമന്ത്രിയായിരുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു ചൈനയുമായിട്ട് അടുത്ത ബന്ധത്തിൽ നിൽക്കെ തന്നെ ഈ ചൈനയുടെ അഗ്രഷനെ ഒരു പരിധിവരെ ആ യുദ്ധത്തിൽ ഇന്ത്യ തോറ്റു എന്നുള്ളതാണ് പൊതുവിൽ ഉള്ളൊരു വസ്തുത. പക്ഷേ എങ്കിൽ പോലും ഈ ഗാൽവൻ താഴ്വര അന്ന് ഇന്ത്യൻ സൈന്യം ചൈന പിടിച്ചടക്കുന്നത് തടഞ്ഞിട്ടുണ്ട്. വലിയ സാഹസത്തിലൂടെ തടഞ്ഞിട്ടുണ്ട്. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ അത്രയധികം ആക്ഷേപിക്കുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന 2020 ഈ ഗാൽവൻ താഴ്വരയിലേക്ക് ചൈന കടന്നു കയറുകയും 20 ഇന്ത്യൻ പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ഇന്ത്യക്ക് ഔദ്യോഗികമായി സമ്മതിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പാരിസൺ ഉണ്ടല്ലോ, നെഹ്റുവും മോഡിയും തമ്മിലുള്ള കമ്പാരിസൺ, നെഹ്റുവിൻ്റെ കാലത്ത് വളരെ വീക്കായിരുന്നു, അന്ന് ചൈനയോട് തോറ്റു എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നെഹ്റുവാണ് ഈ സകല കുഴപ്പങ്ങൾക്കും കാരണം എന്ന് പറയുന്ന ഒരു നെറേറ്റീവിന് വേറൊരു മുഖം അവിടെ ഉണ്ട്. അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന 56 ഇഞ്ച് നെഞ്ചളവുള്ള വലിയ കരുത്തനായിട്ടുള്ള വിശ്വഗുരുവായിട്ടുള്ള നേതാവ് ഇരിക്കുന്ന സമയത്ത് ഗാൽവൻ താഴ്വരയിൽ ചൈന കടന്നു കയറി 20 ഇന്ത്യൻ സൈനികരെ കൊന്നു. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുന്നത് പോലെ അത്രയും 2000 ചതുരശ്ര കിലോമീറ്റർ എന്നുള്ളത് ഒരുപക്ഷെ എക്സാജറേറ്റർ ആയിരിക്കാം. പക്ഷേ ഇന്ത്യൻ അതിർത്തി ചൈനീസ് സൈന്യം കൈയടക്കിയോ ഇല്ലയോ എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കുകയാണ്. അവിടെയാണ് ഈ കമ്പാരിസൺ. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഗാൽവൻ താഴ്വര സംരക്ഷിച്ച് നിർത്താൻ ഇന്ത്യക്ക് സാധിച്ചു. നരേന്ദ്രമോദിയുടെ കാലത്ത് അങ്ങനെ സംരക്ഷിച്ച് നിർത്താൻ സാധിച്ചോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ 20 സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രോബ്ലമാണ്. അതിലേക്ക് രാഹുൽ ഗാന്ധി വിരൽ ചൂണ്ടുമ്പോൾ അതുണ്ടാക്കുന്നൊരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥതയിൽ നിന്നു കൂടിയാണ് ഈ ക്രിമിനൽ ഡിഫമേഷൻ കേസ് ഉയർന്നു വരുന്നത്.
അല്ലാതെ വെറുതെ അങ്ങോട്ട് ഒരാൾക്ക് തോന്നിയൊരു കേസായിട്ട് നമ്മളിതിനെ കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു കേസിൻ്റെ പുറത്താണ് നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണോ എന്ന് രാഹുൽ ഗാന്ധിയോട് സുപ്രീം കോടതി ചോദിക്കുന്നത്. ഒരു കാര്യമില്ലാതെ ചോദിക്കുന്നത്. സുപ്രീം കോടതിക്ക് ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. സുപ്രീം കോടതിക്ക് മുമ്പിലുള്ള ഒരു അലിഗേഷനും അതിനുള്ള മറുപടിയും മാത്രമാണ്. ആ ആരോപണം ഉന്നയിച്ച ആൾ ആരാണ് എന്നുള്ളത് ഒരു പ്രശ്നമല്ല സുപ്രീം കോടതി. അയാളുടെ പൗരത്വമല്ല അവിടെ പ്രശ്നം. അല്ലെങ്കിൽ അയാൾ യഥാർത്ഥ ഇന്ത്യക്കാരനാണോ ഇന്ത്യക്കാരനല്ലയോ എന്നുള്ളതല്ല ചോദ്യം. ആ വസ്തുതയാണോ അല്ലയോ എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ആ നിയമപ്രകാരം സുപ്രീം കോടതിയുടെ മുമ്പിലുള്ളൂ. അപ്പോൾ ഈയൊരു എന്താ പറയുക, ഈ ഒരു കമ്പാരിസണിലേക്ക് രാഹുൽ ഗാന്ധി കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ള തോന്നലിൽ നിന്നാണ് ഈ ക്രിമിനൽ ഡിഫമേഷൻ ഉണ്ടാകുന്നത്. അതിലേക്കൊരു കോൺട്രിബ്യൂഷനാണ് സത്യം പറഞ്ഞാൽ സുപ്രീം കോടതി അനാവശ്യമായി നടത്തുന്നത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചില ഇലക്ഷൻ കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ചില മണ്ഡലങ്ങളിൽ വോട്ട് ക്രമക്കേടുകൾ നടത്തിയതിനെ കുറിച്ചൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഞങ്ങൾ തെളിവ് പുറപ്പെടുവിക്കാൻ പോവുകയാണ് എന്നുള്ള ചില മുന്നറിയിപ്പുകളൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് സുപ്രീം കോടതിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ ഇങ്ങനെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ വരുന്നത്. BJP ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താനാണ് സാധ്യത? BJP ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയ ടൂളാണല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാജ്യത്തിനെതിരാണ്, അല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ രാജ്യത്തിനൊപ്പമാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ മതി ഒരാളുടെ ക്രെഡിബിലിറ്റിയെ ഇല്ലാതാക്കാൻ. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം അതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സുപ്രീം കോടതി വേറൊരു കാര്യം കൂടി ചോദിക്കുന്നത്. അത് ആ ചോദ്യം ചോദിച്ചപ്പോൾ നേരത്തെ ശശി തരൂർ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിൻ്റെ തൊട്ട് പുറകെ പറഞ്ഞൊരു കാര്യത്തിന് അതിനുമായിട്ട് ഭയങ്കര റെലവൻസ് ഉണ്ട്, സാമ്യമുണ്ട്. അതായത് ശശി തരൂർ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടാവുമല്ലോ, ഇതിപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട ഒരു സമയമല്ല, ചോദിക്കേണ്ട സമയം വരുമ്പോൾ നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ ഒക്കെ ന്യായീകരിക്കാൻ ശശി തരൂർ ചോദിക്കുന്നത്. സുപ്രീം കോടതി സമാനമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് ആരെങ്കിലും കടന്നു കയറുന്ന സമയത്താണോ നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. അവിടെ അതിർത്തി സംരക്ഷിക്കുക എന്നുള്ളതും അത്തരം കാര്യങ്ങളൊക്കെയാണല്ലോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലാതെ ഇത്തരം ചോദ്യങ്ങളല്ലല്ലോ എന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. അവിടെ തന്നെ ഒരു പ്രശ്നമുണ്ട്. കാരണം 2020 ഗാൽവൻ താഴ്വരയിൽ പ്രശ്നം ഉണ്ടാകുന്നത്. 2022 രാഹുൽ ഗാന്ധി ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഒരു 2 വർഷത്തെ ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് സുപ്രീം കോടതി കാണാതിരുന്നുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അതിനുള്ള ഇപ്പോൾ സാലിം ചോദിച്ചത് വെച്ചാൽ ഈ അതിർത്തി, രാജ്യത്തിൻ്റെ സുരക്ഷ, രാജ്യത്തിൻ്റെ പരമാധികാരം, രാജ്യത്തിൻ്റെ അഖണ്ഡത, ഇത്തരം കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരാളെ പ്രതിസ്ഥാനത്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല പിന്നെ തുടർന്നങ്ങോട്ട് ചോദിക്കാൻ. ഇപ്പോൾ രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ 2000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈന പിടിച്ചടക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് എന്നാണ് വ്യാഖ്യാനം. അതായത് ചൈന പിടിച്ചടക്കിയത് എന്തോ വലിയ കാര്യമായിട്ട് നിങ്ങൾ കാണുന്നു, ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് ഈ എന്താ പറയുക പിന്നീട് ഉണ്ടാക്കുന്ന ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് അതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ചൈന പിടിച്ചടക്കിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യം പറയണം, അത് തിരിച്ചെടുക്കാനുള്ള നടപടി ഉണ്ടാക്കണം എന്നാണല്ലോ സത്യത്തിൽ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാതെ രാഹുൽ ഗാന്ധി ചൈന പിടിച്ചടക്കിക്കോട്ടെ എന്നായിരിക്കില്ലല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ വ്യാഖ്യാനം വരുന്നത് എന്താ? സുപ്രീം കോടതിയുടെ ചോദ്യത്തിലൂടെ വരുന്ന വ്യാഖ്യാനം എന്താ? നിങ്ങൾ യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പമാണ് എന്ന BJPയുടെ നറേറ്റീവിനെ, അല്ലെങ്കിൽ BJPയുടെ ആരോപണങ്ങളെ വളരെയധികം സാധൂകരിക്കാൻ പാകത്തിലുള്ളൊരു ആയുധമായിട്ടാണ് ഈ വാക്കാലുള്ള പരാമർശം വരിക. BJP അത് ഡെഫിനറ്റ്ലി ഉപയോഗിക്കും. ഇനി ഓരോ തവണയും അതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾ രാജ്യത്തിൻ്റെ അതിർത്തികളെ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പത്തിനെ, രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതിയെ അത് വേറെ ആരെങ്കിലും പിടിച്ചെടുക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ആളല്ലേ, ഇത് സുപ്രീം കോടതി ചോദിച്ചിട്ടില്ലേ എന്ന് നാളെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. ഇതേ അലിഗേഷൻ തന്നെ ആയിരിക്കും നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു അലിഗേഷൻ വരുമ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനും അതിനെ അസ്ഥിരപ്പെടുത്താനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നത്, നിങ്ങൾ രാജ്യത്തിനെതിരാണ് എന്ന് വളരെ എളുപ്പത്തിൽ BJPക്ക് സ്ഥാപിക്കാൻ കഴിയും. രാജ്യസ്നേഹവുമായി റിലേറ്റ് ചെയ്തൊരു ആരോപണം ആയതുകൊണ്ട് തന്നെ ഇതിനെ തിരിച്ച് കൗണ്ടർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച, നേരത്തെ മുതൽ തന്നെ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്വവും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ ലിങ്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആളുകളുടെ അടുത്തേക്ക് വളരെ എളുപ്പത്തിൽ ഈ നിറം പിടിപ്പിച്ച നുണകൾ എത്തിക്കാൻ സാധിക്കും. അത് ഉപയോഗിക്കാനുള്ള ഒരു അന്തരീക്ഷം
BJP ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ വാക്കാൽ സാധൂകരിച്ചു കൊടുക്കുകയാണ് സുപ്രീം കോടതി ഇപ്പം ചെയ്തത്. അതാണ് അതിനകത്ത് അപകടം. ഇന്ത്യ സഖ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ഒരുമിച്ചിരുത്തി വിരുന്നു കൊടുക്കാനൊക്കെ രാഹുൽ ഗാന്ധി തീരുമാനിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെയുള്ളൊരു വിമർശനങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. പ്രതിപക്ഷത്തെ നേതാക്കൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വെച്ചാൽ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കും. ഈ പരാമർശമൊന്നും പ്രതിപക്ഷ സഖ്യത്തെ ഉലയ്ക്കും എന്ന് വിചാരിക്കേണ്ടതുമില്ല. ഇന്ന് തന്നെ ഇപ്പോൾ അവരുടെ ഏതാണ്ട് എല്ലാ ആളുകളുടെയും പ്രതികരണം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും ഈ സുപ്രീം കോടതിയുടെ ഒരു പരാമർശം അനാവശ്യമായിരുന്നു, അല്ലെങ്കിൽ അസാധാരണമായൊരു പരാമർശമാണ് സുപ്രീം കോടതി നടത്തിയത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അവരെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നേയില്ല, അതിൽ പ്രശ്നമില്ല. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലിഗേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ രാജ്യത്തിനെതിരാണ്, അല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ഇന്ത്യക്കാരനാണോ അല്ലയോ എന്ന് സുപ്രീം കോടതി തന്നെ ഒരു സംശയം ചോദിച്ചിരിക്കുന്നു. ഇതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടി വരിക. അതിന് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കാണെങ്കിലും കോൺഗ്രസ് നേതൃത്വം കൂട്ടായാണെങ്കിലും പ്രതിപക്ഷം എല്ലാം ചേർന്നാണെങ്കിലും മറുപടി പറയുമ്പോൾ അതിലൊരു എന്താ പറയുക, ദൗർബല്യം ഈ പ്രതിപക്ഷത്തിനുണ്ടാവും എന്താണെങ്കിലും. കാരണം ഇത് രാജ്യസ്നേഹവുമായി കണക്ട് ചെയ്യാണ്, ദേശീയതയുമായിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ അതിന് മറുപടി പറയുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ BJPക്ക് അപ്പർ ഹാൻഡുള്ള, BJP നിരന്തരമായിട്ട് അധികാരത്തിൽ തുടരുന്ന, 3 ടേമായിട്ട് നരേന്ദ്രമോദി ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരം ഒരു അലിഗേഷന് മറുപടി പറയുക എന്ന് പറയുന്നത് എളുപ്പമായിരിക്കില്ല. അതായിരിക്കും പ്രതിപക്ഷത്തിന് ഒരു തലവേദനയായിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. രാഹുൽ ഗാന്ധി ചെയ്തത് 2022 ഉന്നയിച്ചത് കാര്യമാണെങ്കിലും അത് നമ്മുടെ അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ, അല്ലെങ്കിൽ അന്ന് പ്രതിപക്ഷത്തിരുന്ന ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ അതിൽ സന്തോഷിക്കുകയാണോ എന്ന് വരുത്തി തീർക്കുന്ന ഒരു BJP അനുകൂല നിലപാടിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിനെ ഇനി പ്രതിപക്ഷം എങ്ങനെ സുപ്രീം കോടതിയോട് മറുപടി പറയും എന്നെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.